സ്കൂൾ ടു ഐമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ലെവിൽ. ഞാൻ IIM ഇൻഡോറിലെ IPM 1 പാർട്ടിസിപ്പൻ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻറ് ആക്ടിവിറ്റി കൗൺസിലിനെ കുറിച്ചാണ്. ദ സ്റ്റുഡൻറ് ആക്ടിവിറ്റി കൗൺസിൽ അല്ലെങ്കിൽ SAC എന്നറിയപ്പെടുന്നത് ഒരു അസോസിയേഷൻ ആണ്. അത് രജിസ്റ്റേർഡ് ഒരു AOP ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. എന്ന് വെച്ചാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആയിട്ട്. ദാറ്റ് മീൻസ് ലീഗലി ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് SACനെ കൺസിഡർ ചെയ്യുന്നത്. നൗ SACന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസിന്റെ റൈറ്റ്സും ഇൻട്രസ്റ്റും റെപ്രസെന്റ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനുള്ള. നെക്സ്റ്റ് വരുമ്പോൾ സ്റ്റുഡൻസിന്റെ വ്യൂ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആക്കാൻ. ആൻഡ് ദ തേർഡ് ഇസ് ടു കണ്ടക്ട് ഓൾ ആക്ടിവിറ്റീസ് ഫോർ ദി സ്റ്റുഡൻറ് വെൽഫെയർ. ഈ മൂന്ന് മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് സ്റ്റുഡൻറ് ആക്ടിവിറ്റി കൗൺസിലിന്റെ ഉള്ളത്. നൗ ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രൈം അതോറിറ്റി SAC കോർഡിനേറ്റർ ആയിരിക്കും. അതിന് താഴെ വരുന്നത് മൂന്ന് ലെവൽ ഓഫ് ബോഡീസ് ആണ്. ദ ഫസ്റ്റ് എന്ന് പറയുന്നത് കമ്മിറ്റീസ് ആണ്. കമ്മിറ്റീസിൽ വരുന്നത് ട്രഷറി കമ്മിറ്റി, അക്കാഡമിക് കമ്മിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി, സ്പോർട്സ് കമ്മിറ്റി ആൻഡ് മീഡിയ ആൻഡ് ഔട്ട്റീച്ച് കമ്മിറ്റി. അതിന് താഴെ നെക്സ്റ്റ് വരുന്നത് ക്ലബ്സ് ആണ്. ക്ലബ്സിൽ വരുന്നത് ആക്ടിവിറ്റി ക്ലബ് അഥവാ രംഗ് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ആക്ടിവിറ്റി ക്ലബ് ആക്ച്വലി ക്യാമ്പസിലെ ഫൺ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നതൊക്കെ ഇവരായിരിക്കും ഓർഗനൈസ് ചെയ്യുന്നത്, ആക്ടിവിറ്റി ക്ലബ് ആയിരിക്കും. ആൻഡ് ദെൻ കംസ് സെൽ അഥവാ എന്റർപ്രണർഷിപ്പ് സെൽ. മെയിൻലി ഇന്റേൺഷിപ്സും വർക്ക്ഷോപ്സും സ്റ്റുഡൻസിന് ആക്സസ് അവൈലബിൾ ആയി കൊടുക്കുന്ന ഒരു ക്ലബാണ് സെൽ. നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യൽ ക്ലബ്. സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സോഷ്യലി കോൺഷ്യസ് ആയ ലീഡേഴ്സിനെ ഉണ്ടാക്കുകയാണ് ഒരു IPM കോഴ്സിന്റെ അജണ്ട. അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലബ്ബ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള പുറമേയുള്ള സ്റ്റുഡൻസിനും പുറമേയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം. സോഷ്യൽ വർക്ക് പല രീതിയിലുള്ള സോഷ്യൽ വർക്കിലൂടെ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ക്യാമ്പസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിലുള്ള സ്റ്റാഫ് വർക്കേഴ്സ് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വെൽഫെയറും അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് നമ്മുടെ സ്റ്റുഡൻസിന്റെ മെന്റൽ ഹെൽത്ത് മെയിൻ്റെനൻസ് അതിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുമാണ് നമ്മളെ സോഷ്യൽ ക്ലബ്ബ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിന് താഴെ വരുന്നതാണ് SIGs അഥവാ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ഇതിനെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സാക്കിൽ തന്നെ 2-3 ഡിവിഷൻസ് ആണ്. SAC എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, SAC കോർ കമ്മിറ്റി ഉണ്ട്. ആൻഡ് ഒരു SAC എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെ പൊസിഷൻസ് ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെ 3 ഡിവിഷൻസ് ഉണ്ട്. SAC എന്ന് പറയുമ്പോൾ ആക്ച്വലി എല്ലാ കോർഡിനേറ്റേഴ്സും, SAC കോർഡിനേറ്റർ, എല്ലാ കമ്മിറ്റി കോർഡിനേറ്റർ, എല്ലാ ക്ലബ് കോർഡിനേറ്റേഴ്സ്, അവരെ കോർഡിനേറ്റേഴ്സും ജൂനിയർ കോർ ടീമും, അത് കൂടാതെ തന്നെ നമുക്ക് ഇവന്റ് നടത്തുന്ന SAC സ്റ്റുഡന്റ് ആക്ടിവിറ്റി കൗൺസിൽ റൺ ചെയ്യുന്ന ഒരു ഫെസ്റ്റ് ഉണ്ട്, അതർ ഫെസ്റ്റ്. അതിന്റെ കോർഡിനേറ്റേഴ്സും കോർഡിനേറ്റേഴ്സുമാണ് SAC എന്നറിയപ്പെടുന്നത്. നൗ SAC അഥവാ SAC എക്സിക്യൂട്ടീവ് കമ്മിറ്റി. SAC എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ കോർഡിനേറ്റേഴ്സും എല്ലാ കമ്മിറ്റി കോർഡിനേറ്റേഴ്സും ഉൾപ്പെടുന്നതാണ് SAC അവർക്കാണ് POR അഥവാ പൊസിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി അവാർഡ് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളത്. സോ എസെൻഷ്യലി നമ്മൾ ഈ SACന്റെ ഒരു ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ SACന്റെ ഈ ബോഡിയിൽ ഒരു മെമ്പർ ആവുമ്പോൾ നമ്മളൊരു പൊസിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു പോയിന്റ് നമ്മുടെ ഒരു റെസ്യൂമേ പോയിന്റ് ആയിട്ടാണ് നമുക്ക് വെക്കാൻ പറ്റുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ. അതുപോലെ തന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്നൊരു വേറൊരു സംഭവം കൂടിയുണ്ട്. വോളണ്ടിയേഴ്സ്, ഈ കമ്മിറ്റീസും ക്ലബ്സും ഏതെങ്കിലും ഒരു ഇവന്റ് നടത്തുമ്പോൾ അവർക്ക് വോളണ്ടിയേഴ്സിനെ കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഈ കമ്മിറ്റീസും ക്ലബ്സിനും എന്ത് ചെയ്യാൻ പറ്റും, വോളണ്ടിയേഴ്സിന് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റും. ഇതും ആക്ച്വലി ഒരു റെസ്യൂമേ പോയിന്റ് ആയിട്ടാണ് സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്നത്. നൗ SAC കോർ ടീം എന്ന് പറയുമ്പോൾ SAC കോർഡിനേറ്ററും SAC ട്രഷറും അതുപോലെ തന്നെ എല്ലാ കോർഡിനേറ്റേഴ്സും കമ്മിറ്റി കോർഡിനേറ്റേഴ്സും ക്ലബ് കോർഡിനേറ്റേഴ്സും അടങ്ങിയതാണ് SAC കോർ ടീം, SAC എന്നറിയപ്പെടുന്നത്. ഒരു IPM 1 പാർട്ടിസിപ്പന്റിന് ഒരു POR ആണ്
ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അതും ഒരു കമ്മിറ്റീസ് അല്ലെ ക്ലബ്സിന് ജൂനിയർ കോർ മെമ്പർ ആയിട്ടാണ് ഉണ്ടാവുക. നൗ IPM 2ലേക്ക് വരുമ്പോൾ 3 പിയേഴ്സ് സൈമിൾട്ടേനിയസ്ലി ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇവന്റ്സ്, ഇനീഷ്യേറ്റീവ്സ് ആൻഡ് കമ്മിറ്റീസ് ഓർ ക്ലബ്സ്. ഇനീഷ്യേറ്റീവ്സ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല. നമുക്ക് സാക്കിൽ ഉള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഐ ഹെൽപ്പ് ആക്ച്വലി സാക്കിന് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ആക്ച്വലി അതിന്റെ വർക്കിങ്സും ബാക്കി കാര്യങ്ങളും. സോ ഐ ഹെൽപ്പ് ബേസിക്കലി ഒരു അണ്ടർ പ്രിവിലേജ് സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു വോളണ്ടിയർ പ്രോഗ്രാം ആണ്. സ്റ്റുഡൻസിന് നമ്മൾ NTSC എക്സാംസ്, നവോദയ എക്സാംസിനൊക്കെ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്, മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ഐ ഹെൽപ്പിന്റെ ഒരു വർക്കിംഗ് എന്ന് വെച്ചാൽ. നൗ കമ്മിങ് ടു IPM 3 പാർട്ടിസിപ്പൻസിന് 2 POR ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. എയ്തർ SAC C ഓർ SAC T, അല്ലെങ്കിൽ ആക്ടിവിറ്റി ക്ലബ് കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഇവന്റ് കോർഡിനേറ്റേഴ്സ്. ഏതെങ്കിലും 2 പൊസിഷൻ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. നൗ ഏതൊരു പൊസിഷൻ ആയാലും സാക് ബോഡിയിൽ ഏതൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യണതിന് എല്ലാത്തിനും പ്രോസസ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു 33% കോമ്പോണന്റ് പ്രീ പ്രോസസ്സിനായിരിക്കും. റിട്ടേൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടതായിരിക്കും. അതിനുശേഷം വരുന്നത് ഫോളോ അപ്പ് ആയി വരുന്നത് ഇന്റർവ്യൂ ആയിരിക്കും. അതിലും 33% കോമ്പോണന്റ് ആൻഡ് ഫർദർ ഫൈനൽ ആയിട്ട് ഒരു വോട്ടിംഗ് റൗണ്ട് 34% ഉണ്ടാവും. ഈ ഒരു സിസ്റ്റം ആക്ച്വലി ഇവന്റ്സിന് കുറച്ച് വ്യത്യാസമാണ്. ലൈക്ക് 25% ആയിരിക്കും പ്രീ പ്രോസസ്സിനും, നെക്സ്റ്റ് ഇന്റർവ്യൂവിന് 25%, വിത്ത് ഫൈനൽ വോട്ടിംഗ് 50% കമ്പോണന്റ് ഓൾറെഡി. നൗ ഇതൊക്കെയാണ് ആക്ച്വലി ഒരു സാക്കിന്റെ സ്ട്രക്ചർ എന്ന് പറയാൻ. നൗ ഇനി കമ്മിങ് ടു ഓരോ കമ്മിറ്റി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് നമുക്ക് നോക്കുന്ന അക്കാഡമിക് കമ്മിറ്റി. അക്കാഡമിക് കമ്മിറ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ സ്റ്റുഡൻസും ഫാക്കൽറ്റി, IPM ഓഫീസ്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയേറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നതാണ് IPMന്റെ അക്കാഡമിക് കമ്മിറ്റി. ഈ നമ്മൾ തെരഞ്ഞെടുക്കുന്ന അക്കാഡമിക് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്സ്. ക്ലാസ് റെപ്പ് ഒക്കെ പോലെ തന്നെ അവരായിരിക്കും നമ്മൾ വോട്ടിങ്ങിലൂടെ ഈ സെയിം പ്രോസസ്സിലൂടെ ആയിരിക്കും ഇവരെ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് അവർ നമ്മുടെ ക്ലാസ് CRs ആയിട്ട്, ക്ലാസ് റെപ്പായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഇവരെ മറ്റൊരു ഡ്യൂട്ടിയാണ് ക്ലാസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടി തന്നെ എക്സ്ട്രാ സെഷൻസ് ഹോൾഡ് ചെയ്യുക, സ്വയം എന്തെങ്കിലും ഇപ്പം ക്ലാസ്സിൽ അക്കാഡമിക്കലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസിനെ കൊണ്ട് ഒരു ടോട്ടൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരു എക്സ്ട്രാ ക്ലാസ് എടുത്തു കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ ഇവരുടെ ഡ്യൂട്ടിയിലാണ് വരുന്നത്. നൗ നെക്സ്റ്റ് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി. ബേസിക് കമ്മ്യൂണിറ്റീസ്, സ്റ്റുഡൻസിന് വേണ്ട ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം ഉണ്ടോ നോക്കുക, അതിന്റെ ചെക്കപ്പ് ചെയ്യുക, അതിന്റെ മെയിൻ്റെനൻസ് ഫോളോ അപ്പ് ചെയ്യുക. സ്റ്റുഡൻസിന് ഫെസിലിറ്റീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതാണ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി. ഇവർ തന്നെയാണ് ആക്ച്വലി നമുക്ക് ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് വേണ്ടിയിട്ട് ബസ്സസും ക്യാബ്സ് ഒക്കെ ഓർഡർ ചെയ്യുന്ന പരിപാടിയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി ആണ് നോക്കിക്കൊള്ളുന്നത്. നൗ കമ്മിങ് നെക്സ്റ്റ് ഇസ് മീഡിയ കമ്മിറ്റി, മീഡിയ ആൻഡ് ഔട്ട്റീച്ച് കമ്മിറ്റി. മീഡിയ ആൻഡ് ഔട്ട്റീച്ച് കമ്മിറ്റിയുടെ വൺ ഓഫ് ദ മെയിൻ തിങ് ഇസ് ലൈക്ക് IPM പ്രോഗ്രാമിനെ പുറത്തേക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ IPMൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ നമ്മളെ ജേർണൽസ്, നമ്മളെ പേപ്പേഴ്സ് ഒക്കെ പുറമെ പബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ട ഒരു കമ്മിറ്റിയാണ് മീഡിയ കമ്മിറ്റി. നെക്സ്റ്റ് വരുന്നതാണ് സ്പോർട്സ് കമ്മിറ്റി. ക്യാമ്പസിനുള്ള എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസ്, സെക്ഷൻ വാർസ്, നമുക്ക് 2 സെക്ഷൻസ് ആയിരിക്കും ഈച്ച് ബാച്ചിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ബാച്ച് വാർസ്, ലീഗ്സ്, ടൂർണമെന്റ്സ്, അതൊക്കെ വർക്ക് ചെയ്യേണ്ടതെല്ലാം സ്പോർട്സ് കമ്മിറ്റിയുടെ വകയാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് ആക്ടിവിറ്റി ക്ലബ്. ആക്ടിവിറ്റി ക്ലബ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഫൺ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നടത്തുന്നത് ആക്ടിവിറ്റി ക്ലബ്സ് ആണ്. സോ വീക്കെൻഡ്സിലുള്ള പരിപാടി അതൊക്കെ എല്ലാം തന്നെ ബോൺഫയർസ്, DJ നൈറ്റ്സ്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളെല്ലാം ആക്ടിവിറ്റി ക്ലബിന്റെ അടിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ഇസെൽ ഇന്റേൺഷിപ്പ് സെല്ലാണ്. ഇന്റേൺഷിപ്സ്, ലൈവ് പ്രൊജക്ട്സ് എന്നിവയൊക്കെയാണ് ഇവരത്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പാനൽ, കുറെ ഗസ്റ്റ് ലെക്ചേഴ്സ് ഒക്കെ ഇവർ ഓർഗനൈസ് ചെയ്യും. അതുപോലെ തന്നെ മേജറായിട്ട്
പ്രൊജക്ട്സ് ബേസ്ഡ് ആണ്, ബി പ്ലാൻ, ബിസിനസ് പ്ലാൻ, കോമ്പറ്റീഷൻസ്, അതൊക്കെയാണ് ഇവരുടെ ഡൊമൈൻ. നെക്സ്റ്റ് വൺ സോഷ്യൽ ക്ലബ്, എൻ ജി ഒ കൊളാബറേഷൻസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി എന്താ സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ ക്ലബ്ബ്. നൗ എല്ലാ ക്ലബ്സും എല്ലാ കമ്മിറ്റീസും തന്നെ അപ്പാർട്ട് ഫ്രം ദെയർ ആക്ച്വൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഫൺ ആക്ടിവിറ്റീസ് ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ട് പലതും നമുക്ക് ആക്ച്വലി ചെയ്യും. നമ്മുടെ വീക്കെൻഡ്സിൽ ആക്ച്വലി സൺഡേസ് ഒക്കെ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡിങ്, ലെഷർ ടൈം ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവർ പലതരം ആക്ടിവിറ്റീസും അറേഞ്ച് ചെയ്യും. സോ ഇതൊക്കെയാണ് ആക്ച്വലി ബേസിക് എന്താണ് IPM സാക്കും സാക്കിൻ്റെ അടിയിൽ വരുന്ന കാര്യങ്ങളും സാക്കിൻ്റെ അടിയിൽ വരുന്ന കമ്മിറ്റീസിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഓവർവ്യൂ. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് വിചാരിക്കുന്നു. സോ താങ്ക് യു.